ഇപ്പോൾ ഡേ 2 ആണ്. ഇപ്പം ഞാനിതിന് ബാറ്ററി കണക്ഷനും അതുപോലെ പ്ലഗൊക്കെ ഒന്ന് മാറ്റി വേറെ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ സൈഡത്തെ കവറും അഴിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് അഴിച്ചു കഴിഞ്ഞപ്പം കാണാനായിട്ട് സാധിക്കുന്നത് ഇതുപോലെയുള്ള ഒരു ഇതാണ്. അതായത് എന്താ പറയുക, ഇതുപോലെ നമ്മുടെ ഈ അലുമിനിയത്തിൻ്റെ പീസുകൾ പൊട്ടി ഈ ഒരു പോയ പോലെയാണ് തോന്നുന്നത്. അപ്പോൾ വണ്ടി സ്റ്റാർട്ടിങ് ആവാൻ ചാൻസ് ഉണ്ട്. വണ്ടി റണ്ണിങ് ആവുന്നില്ല വണ്ടി എന്നാണ് പറഞ്ഞത്. അപ്പം എന്തായാലും ഈ ഒരു പീസ് പോയതുകൊണ്ടാവാൻ ചാൻസ് ഉണ്ട്. കണ്ടിട്ട് നല്ല തിന്നായ പോലെ തോന്നുന്നു. എനിവേ ഇതിങ്ങനെ അടുത്ത് വരും. അപ്പം ഇതിൻ്റെ ഉള്ളിലൊരു മെക്കാനിസം ഉണ്ട്, അതും വർക്കാവുന്നില്ലെങ്കിൽ ഇതുപോലെ ബെൽറ്റ് വർക്കാവില്ല. എത്ര കൈ കൊടുത്താലും വർക്കാവില്ല. അപ്പം ആ മെക്കാനിസവും പിന്നെ ഇവിടെ ഇതിനകത്താണ് ക്ലച്ച് ഷൂ വരുന്നത്. അതായത് സ്കൂട്ടറിൻ്റെ ക്ലച്ച് ഷൂ എന്ന് പറയുന്ന സാധനം ഇതിൻ്റെ ഉള്ളിലാണ് വരിക. ഇതാണ് സ്കൂട്ടറിൻ്റെ ഗിയർ ബോക്സ്. അപ്പം ഗിയർ ബോക്സ് തൽക്കാലത്തേക്ക് പഴിക്കുന്നില്ല. ഗിയർ ബോക്സ് മെക്കാനിസമൊക്കെ ഇതിനകത്ത് വരുന്നത്. വണ്ടീൻ്റെ വീല് കറങ്ങുക, ഇത് തിരിയുമ്പോൾ കണ്ടോ ഈ വീല് മൂവ് ചെയ്യും. അപ്പോൾ ആ ഗിയർ ബോക്സ് മെക്കാനിസം ഇപ്പോൾ വർക്കാവുന്നില്ല. അപ്പോൾ ഇത്രയും ആണ്. അപ്പോൾ ഡേ 2 നമ്മളെ വാഷിംഗ് ആണ് പെൻഡിങ് ആയിട്ട് കിടക്കുന്നത്. അപ്പം ഇന്നിപ്പോൾ വാഷിങ് ചെയ്യാനാണ്. അതുപോലെ ഇവിടെ ഒരു പ്ലാസ്റ്റിക്കിൻ്റെ കവർ ഉണ്ടായിരുന്നു, അത് ഞാൻ അഴിച്ചു. അപ്പോൾ അതൊക്കെ ഒന്ന് ക്ലീൻ ആക്കണം. പിന്നെ നമ്മുടെ കോയിലിൻ്റെ വയർ ഞാൻ മാറ്റി വേറൊരു വയറിട്ടു. വണ്ടി ഇപ്പോൾ ബാറ്ററി കൊടുത്തപ്പോൾ വണ്ടി ക്രാങ്ക് ആവുന്നുണ്ട്. അപ്പം അതിനർത്ഥം പിസ്റ്റൺ പിടിച്ചിട്ടില്ല എന്നാണ്. വണ്ടി എന്തായാലും ക്രാങ്ക് ആവുന്നുണ്ട്. പിസ്റ്റൺ പിടിക്കുകയാണെങ്കിൽ എൻജിൻ ക്രാങ്ക് ആവില്ല. പിടിച്ചിട്ടില്ല നിലവിൽ. പിന്നെ അതേപോലെ നമ്മൾ സൈലൻസർ ചെക്ക് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബ്ലാക്ക് കരി, അതായത് ഓയിൽ മയമല്ല, ഈ കരിക്കകത്ത് ഓയിൽ മയം ഉണ്ടെങ്കിൽ എൻജിൻ കംപ്ലൈൻ്റ് ആയിട്ട് നമുക്ക് പറയാൻ പറ്റുള്ളൂ. അപ്പോൾ ഇപ്പം മെയിനായിട്ടൊരു വിഷയം എന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ബാറ്ററീൻ്റെയാണ്. ബാറ്ററി നമുക്ക് ഡെഡായി പോയിട്ടുണ്ട് ഇതിൻ്റെ ബാറ്ററി. അപ്പോൾ അതൊന്ന് റീചാർജ് ചെയ്തെടുക്കണം. അത് ഇതുവരെ ചെയ്തിട്ടുണ്ടായിരുന്നു, ചെയ്താലും അത് കംപ്ലീറ്റ് ആയിട്ട് കിട്ടുന്നുണ്ടായിരുന്നില്ല. അപ്പം എന്തായാലും ഇതൊന്ന് ഫുള്ള് വാഷ് ചെയ്തിട്ട് ക്ലീൻ ആക്കിയിട്ട് നമുക്ക് മോട്ടർ ഞാൻ അഴിച്ച് ചെക്ക് ചെയ്തിരുന്നു. അത്യാവശ്യം പ്രശ്നമുണ്ട്. അപ്പോൾ മോട്ടർ റണ്ണിങ് ആകുന്നുണ്ട് ഇപ്പം. അപ്പോൾ ഇതൊക്കെ ഒന്ന് കഴുകിയിട്ട് ഇതഴിക്കണമെങ്കിൽ നമുക്ക് വൈ ലോക്ക് വേണം. അപ്പോൾ വൈ ലോക്ക് ഇല്ലാത്ത കാരണം വൈ ലോക്ക് ഒരെണ്ണം വാങ്ങാൻ പോകണം. വൈ ലോക്ക് വാങ്ങാം. പിന്നെ ഇത് ഈ ഒരു പുള്ളറുണ്ട്, അതില്ലാത്ത കാരണം നമുക്ക് വൈ ലോക്ക് തന്നെ ഇട്ടിട്ട് പിടിച്ചിട്ട് അഴിക്കാൻ ശ്രമിക്കാം. പിന്നെ ഓയിൽ ഞാൻ ഫുള്ള് കംപ്ലീറ്റ് ഡ്രെയിൻ ചെയ്തിട്ടുണ്ട്. നല്ല മഴ പെയ്യുന്നുണ്ട് ഇപ്പം. അത് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങൾക്ക് കാണുന്നുണ്ടോ, ക്യാമറയ്ക്കകത്ത് കാണാൻ ചാൻസ് കുറവാണ്. അപ്പോൾ എന്തായാലും മഴയാണെങ്കിലും നമുക്ക് വണ്ടി ഒന്ന് വേഗം അടിച്ച് കഴുകാം. അപ്പോൾ കഴിച്ചപ്പം ഇവിടെയൊക്കെ നല്ല പോയിൻ്റായിട്ട് വെള്ളം അടിച്ചിട്ട് പോലും ഈ ചെളിയൊന്നും അളകുന്നില്ല. ഇതിലൊക്കെ ഉണ്ടായിരുന്ന സാധനം പോകുന്നുണ്ട് കേട്ടോ. ഈ കാണുന്ന ഏരിയയിലും ഒക്കെയുള്ള ചെളി ചെറുതായിട്ട് പോകുന്നുണ്ട്, കാര്യമായിട്ട് ഒന്നും പോകുന്നില്ല. ഇതൊക്കെ അങ്ങനെ പിടിച്ചു പോയി ഇതിനകത്ത്. ഇതുണ്ടോ, കൈ ഇട്ട് തൂക്കുമ്പോൾ കൈ ഗ്രീസൊക്കെ ആയിരുന്ന കൈ വൈറ്റായി വരിക. ഇത് പോകുന്നില്ല. അപ്പോൾ നല്ലോണം ഒന്ന് അടിച്ച് ക്ലീൻ ആക്കണം. ഇവിടുത്തെ കുറേയൊക്കെ പോയി പൊടിയൊക്കെ അവിടെയൊക്കെ ഉണ്ട്. ഓക്കെ, മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ 2 സെക്കൻഡ് ചാറ്റൽ മഴയാണ്, എന്നാലും 2 സെക്കൻഡ് കയറി നിൽക്കാമെന്ന് വിചാരിച്ചു. കുറച്ചൊന്ന് നനഞ്ഞ് കുതിർന്ന് കഴിയുമ്പോൾ ചിലപ്പോൾ പെട്ടെന്ന് എന്താവാൻ ചാൻസ് ഉണ്ട്, നമുക്ക് ലൂസായി ഈ ചെളിയൊക്കെ പോരാൻ ചാൻസ് ഉണ്ട്.
അപ്പോൾ അതിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. അപ്പം സോപ്പൊക്കെ ഇട്ടൊന്ന് വാഷ് ചെയ്തിട്ടിട്ടുണ്ട്. ഇപ്പോൾ ഇതിൽ സോപ്പ് ഉണ്ടാവും, കാരണം നമ്മൾ ഈ ഗ്രീസൊക്കെ ഒന്ന് ഇതാവാൻ വേണ്ടിയിട്ട് ഇട്ടതാണ്. അപ്പോൾ വണ്ടി കഴുകി കഴിഞ്ഞ് കഴിഞ്ഞപ്പം ഈ കാണുന്ന പോലെ ഇവിടെയൊക്കെ തുരുമ്പ് കാണുന്നുണ്ട്. ഇതുണ്ടോ, ഇവിടെയൊക്കെ തുരുമ്പ് കാണുന്നുണ്ട്. അതൊക്കെ ഒന്ന് പെയിൻ്റ് അടിച്ചെടുക്കണം. ഓക്കെ, അപ്പോൾ അത് പെയിൻ്റ് അടിക്കുന്നതിന് മുമ്പ് ഈ എൻജിനൊക്കെ ഒന്ന് ഇറക്കണം, എന്തായാലും ഇറക്കണം. ഇറക്കിയിട്ട് പെയിൻ്റ് അടിക്കാനായിട്ടുള്ളൂ. പിന്നെ ഞാനിവിടെ ഒന്ന് ബോണ്ടൊക്കെ ഇട്ട് ഫിക്സ് ചെയ്ത് ക്ലിയർ ചെയ്തിട്ടുണ്ട്. ഇനി ഒന്ന് വെള്ളം അടിച്ച് ഒന്നും കൂടെ ഒന്ന് ബ്രഷൊക്കെ ഇട്ടിട്ട് ഒന്ന് ഉരച്ചിട്ട് വണ്ടി ഒന്ന് വാഷ് ചെയ്ത് നോക്കാൻ, ഒന്നും കൂടെ ഒന്ന് നല്ലോണം വാഷ് ചെയ്തിട്ട് എൻജിനൊന്ന് കാർബറേറ്ററും കൂടെ ഒന്ന് അയച്ച് ക്ലീൻ ചെയ്ത് എൻജിനൊന്നും കൂടെ സ്റ്റാർട്ടാക്കാൻ ശ്രമിക്കുക. സ്റ്റാർട്ടാക്കാൻ ശ്രമിച്ചിട്ട് സ്റ്റാർട്ടാവുന്നുണ്ടോ എന്ന് നോക്കാം. നിലവിൽ പ്ലഗിലേക്ക് കറണ്ട് കാര്യങ്ങളൊക്കെ എത്തുന്നുണ്ട്. അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫ്യൂവൽ ബേൺ ചെയ്യാത്തതിൻ്റെ ഒക്കെ ഇഷ്യൂ കാണിക്കുന്നുണ്ടെന്നാണ്. അപ്പോൾ എന്തായാലും ഇതും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് പരമാവധി ഒന്ന് ക്ലീൻ ചെയ്തെടുത്തിട്ട് മാക്സിമം വൃത്തിയാക്കി ഒന്ന് ക്ലീൻ ചെയ്തെടുത്ത് ഒന്ന് എൻജിൻ സ്റ്റാർട്ട് ചെയ്യാൻ ശ്രമിക്കാം. അപ്പോൾ നമ്മൾ റഫായിട്ടൊന്നും കൂടെ വെള്ളം അടിച്ച് കഴുകിയിട്ടുണ്ട്. ഇനി ഈ വെള്ളം ഒന്ന് വലിഞ്ഞ് കഴിയുമ്പം നമുക്ക് എന്താക്കാം, കാർബറേറ്റർ ഊരിയിട്ട് ക്ലീനാക്കി ഇട്ട് സ്റ്റാർട്ടാക്കി നോക്കാം. ഓക്കെ, അപ്പം ഈ വയറൊന്നും ഇങ്ങനെ കിടക്കുന്ന കണ്ടിട്ട് ഇതാക്കണ്ട. പിന്നെ ബാക്കിയുള്ള ഈ കാണുന്ന ചെളി പോലെയുള്ള ഭാഗങ്ങളൊക്കെ പോകത്തില്ല കേട്ടോ. ഞാനത് ആ ബ്രഷ് ഇട്ടിട്ട് കുറേ ഉരച്ച് നോക്കി, പോകത്തില്ല. ഈ ബ്രഷ് ഇട്ട് കുറേ ഉരച്ച് നോക്കിയതാ, അപ്പോൾ എന്തായാലും പോകത്തില്ല. പിന്നെ അങ്ങനെ കുറേ നല്ല രീതിയിൽ ഉരച്ച് നോക്കി. പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വണ്ടി ഇത് എൻജിൻ സ്റ്റാർട്ടായി കഴിഞ്ഞ് കഴിഞ്ഞാൽ ഉടനെ തന്നെ നമ്മൾ എൻജിൻ ചേസസിൽ നിന്ന് മാറ്റി വെച്ചും എൻജിൻ നമ്മൾ ഒന്ന് പോളിഷ് ചെയ്യണം. പോളിഷ് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഡ്രില്ലിംഗ് മെഷീൻ വെച്ചിട്ട് മെറ്റൽ ബ്രഷ് യൂസ് ചെയ്തിട്ട് നമുക്ക് പെയിൻ്റ് അടിക്കാൻ കണക്കാക്കിയിട്ട് പോളിഷ് ചെയ്തെടുക്കാം. അപ്പോൾ നമുക്ക് ഈ ചെളിയൊക്കെ ആ മെറ്റൽ ബ്രഷ് വെച്ച് വരയ്ക്കുമ്പോൾ ഈ ചെളിയൊക്കെ ക്ലീനായിട്ട് പോകും. അപ്പം നല്ല വൃത്തിയായിട്ട് വരും. അതുപോലെ തന്നെ നമ്മളെ ഈ ഒരു പാർട്ടും ക്ലീൻ ചെയ്യാനുണ്ട്. അപ്പം അതൊന്ന് ജസ്റ്റ് ക്ലീൻ ചെയ്തിടാം. അതിൽ നമ്മളെ ഈ കിക്കറിൻ്റെ സാധനം ഞാൻ ഊരിയെടുത്തു, ഒന്ന് കട്ട് ചെയ്ത് ഗ്രൈൻഡൊക്കെ ചെയ്ത് ഞാൻ ഊരിയെടുത്തിട്ടുണ്ട്. അപ്പോൾ അതെന്തായാലും ഒന്ന് കൊണ്ടുപോയിട്ട് അത് കിട്ടുമെന്ന് നോക്കാം. ഇല്ലെങ്കിൽ അതേപോലെയുള്ള വേറൊരു അത് കിട്ടുമെന്ന് നോക്കാം. അല്ലെങ്കിൽ അത് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്കത് വെൽഡ് ചെയ്തിട്ട് കുറച്ച് നീളത്തിൽ ലെയ്തി കൊടുത്ത് വെൽഡ് ചെയ്യിപ്പിച്ച് മില്ലിങ് ഇട്ട് കൊണ്ടുവന്നിട്ട് ഒരു പുതിയ കിക്കറും വാങ്ങി യൂസ് ചെയ്യാൻ നോക്കാം. അതേമാതിരി ആ ഓസും നമുക്ക് ഇതാക്കാണ്ട്. അപ്പോൾ ആ ഒരു പാർട്ട് കഴുകിയിട്ടില്ല, നമ്മൾ ഡ്രെയിൻ ചെയ്ത ഓയിൽ അതാണ്. ഓക്കെ, അത് നമ്മൾ ഈ സ്കൂട്ടറിൽ നിന്ന് ഡ്രെയിൻ ചെയ്ത ഓയിലാണ്. അപ്പോൾ ഓയിലും ഏകദേശം മാറ്റാറായിട്ടുണ്ട്, നല്ലപോലെ ബ്ലാക്ക് ആയിട്ടുണ്ട്. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഈ ഒരു വണ്ടി വാഷ് ചെയ്തിട്ട്. ഇനി സെക്കൻഡ് ഇന്ന് തന്നെ നമ്മൾ ഡേ 2 ആണിന്ന്. അപ്പം ഡേ ഫസ്റ്റിൽ നിങ്ങൾ കണ്ടു കാണാം, അത്യാവശ്യം നമ്മൾ ഈ വണ്ടീൻ്റെ ചേസ് ഈ ഒരു കണ്ടീഷനിലേക്ക് ആക്കിയെടുക്കാൻ വേണ്ടിയിട്ട് ഗോരിയതും കാര്യങ്ങളൊക്കെ അത് മുഴുവനായിട്ട് ഇട്ടിട്ടില്ല, കാരണം വീഡിയോ ഒരുപാട് ലെങ്തായി പോകും. അപ്പം ആ ഒരു കാരണം കൊണ്ടാണ്. പിന്നെ ഈ ഒരു വീഡിയോ എടുക്കുന്നതിൻ്റെ ഇടയ്ക്ക് നമ്മളെ ഫോൺ ക്യാമറേൻ്റെ സ്റ്റോറേജ് ഫുള്ളായിട്ട് ഉണ്ടായിരുന്നു. അപ്പം ഇനിയിപ്പം ഈ ഒരു കാർബറേറ്റർ അഴിച്ച് ക്ലീൻ ചെയ്യണം. പിന്നെ ഈ ഒരു പാർട്ടൊക്കെ കാണുമ്പോൾ പുതിയ പാർട്ട് മാതിരി തന്നെയാണ് തോന്നുന്നത്. അപ്പോൾ അതൊന്നും മാറേണ്ട ആവശ്യമില്ല. പിന്നെ
സ്റ്റാർട്ടർ കാര്യങ്ങളൊക്കെ വർക്ക് ആവുന്നുണ്ട്. ഈ ഒരു ബാറ്ററി ടെർമിനൽ മാത്രം ചെറുതായിട്ട് അവിടെ ഇവിടെയൊക്കെ സ്ക്രാച്ച് വേണ്ടിയിട്ടുണ്ട്. നമുക്ക് നോക്കാം. ഒന്നില്ലെങ്കിൽ സ്ലീവ് ഇട്ടിട്ട് സെറ്റ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് വേറെ വയർ ഇടാം. ഈ സാധനം നേരത്തെ നിങ്ങൾ കണ്ടിട്ടുണ്ടല്ലേ? ഇപ്പോൾ ഇതിൻ്റെ കളർ എന്താ, നേരത്തെ കണ്ടതിൻ്റെ കളർ എന്താ? ഇതും അതായത് പോളിഷ് ചെയ്ത് എടുക്കേണ്ടി വരും. ചിലപ്പോൾ ഈ സാധനം നമ്മൾ മാറ്റേണ്ടി വരും, ചാൻസ് ഉണ്ടെന്നാണ് എൻ്റെ ഒരു തോന്നൽ. എന്താണെങ്കിലും നമുക്ക് വൈ ഉണ്ടെങ്കിൽ വൈ ലോക്ക് ഉണ്ടെങ്കിൽ മാത്രമേ അത് അഴിക്കാൻ കഴിയുള്ളൂ. കാരണം ഇതിനങ്ങനെയാണ് ഇതുള്ള. മറ്റേ ആക്ടിവയ്ക്ക് വരുന്ന മാതിരി ഇവിടെ ടീത്തുകൾ കാണുന്നില്ല. അപ്പം ഈ 2 ഹോളിലേക്ക് വൈ ലോക്ക് ഘടിപ്പിച്ചിട്ട് ഇവിടെ എവിടെയെങ്കിലും ലോക്കാക്കി വെച്ചിട്ട് നമ്മൾ ഇത് അയക്കേണ്ടി വരും. ഓക്കെ, അതേമാതിരി ഇതും സെയിം മെക്കാനിസത്തിൽ അയച്ചെടുക്കണം. അപ്പോൾ നമുക്കറിയാൻ പറ്റുള്ളൂ അതിൻ്റെ സ്പ്രിങ് ആണ്, അതിൻ്റെ ആണോ കംപ്ലയിൻറ്റ്, ഇതിൻ്റെ ആണോ കംപ്ലയിൻറ്റ്, ഏതിൻ്റെയാണ് കംപ്ലയിൻറ്റ്, അതോ ഇനി ഗിയർ ബോക്സിൻ്റെ ആണോ കംപ്ലയിൻറ്റ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ പറ്റുള്ളൂ. അപ്പോൾ അതും കൂടെ നോക്കിയിട്ട് എടുക്കാം. ബാക്കിയുള്ള പീസ് ഇപ്പോൾ നിലവിൽ അത് ഇമ്പോർട്ടൻസ് കൊടുക്കാത്തതെന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എൻജിനൊന്ന് സ്റ്റാർട്ടാക്കി എടുക്കണം. എന്നിട്ട് മറ്റു കാര്യങ്ങളിലേക്ക് ഇമ്പോർട്ടൻസ് കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അതായത് പെയിൻറ്റിങ് അതുപോലെയുള്ള ബാക്കി കാര്യങ്ങളിലേക്ക് ഇമ്പോർട്ടൻസ് അതിന് ശേഷം കൊടുക്കാമെന്ന് കരുതിയിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഫസ്റ്റ് നമ്മൾ ഇനി എൻജിൻ സ്റ്റാർട്ട് ചെയ്യാനാണ് നോക്കുന്നത്. അപ്പം നമ്മളെ ത്രോട്ടിൽ ബോഡിയൊക്കെ ഈ കാണുന്ന ഏരിയയിലാണ്. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തിട്ടിട്ടുണ്ട്. ജസ്റ്റ് വാട്ടർ അടിച്ച് നേരത്തെ കണ്ടതിനെ കഴിഞ്ഞ് കുറച്ചും കൂടെ വൃത്തിയാക്കി ഇട്ടിട്ടുണ്ട്. ഇനി ഇതൊന്ന് എന്ത് ചെയ്യണം, ഒന്ന് അഴിച്ച് ഒന്ന് ലെവലാക്കി നോക്കാം. റെഡി ആയാൽ നമ്മുടെ ലക്ക് പോലെ ആയിരിക്കും. റെഡിയായി. ഇല്ലെങ്കിൽ നമ്മൾ എൻജിൻ അഴിച്ച് പണിയാൻ തന്നെ തീരുമാനിച്ചിട്ടുണ്ട്. എന്താണേലും നമുക്ക് അഴിച്ച് നോക്കാം അത്. ഓക്കെ, ചിലപ്പോൾ നമ്മൾ എൻജിൻ നമ്മളെ ഭാഗ്യം പോലെ നമ്മളെ സ്റ്റാർട്ടായി കിട്ടിയാലോ. ഓക്കെ, അപ്പോൾ ഒരു ചാൻസ് വെക്കുന്നുണ്ട് ഞാൻ അവിടെയും. ഓക്കെ, പ്ലഗ് എന്തായാലും ഞാൻ മാറ്റിയിട്ടിട്ടുണ്ട്. പ്ലഗ് മാറ്റി പുതിയൊരു പ്ലഗ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. തൽക്കാലം ചാമ്പിൻ്റെ ഒരു പ്ലഗ് വാങ്ങിയിട്ടുണ്ട്. വർക്കിംഗ് ആവുന്നുണ്ട് പ്ലഗ്. മറ്റേ പ്ലഗും വർക്കിംഗ് ആണ്, പക്ഷേങ്കിൽ അത്രയ്ക്ക് അങ്ങോട്ട് ഒരു ഇതില്ല, ഒരു യെല്ലോ ലൈറ്റ് വരാൻ തുടങ്ങിയിട്ടുണ്ട്. അതിനർത്ഥം പ്ലഗ് കംപ്ലൈൻ്റ് ആയി തുടങ്ങി എന്നാണ്. അപ്പോൾ ഞാൻ ഇതെടുത്തിട്ടുണ്ട്. കറക്റ്റ് ബ്ലൂ സ്പാർക്ക് വരുന്ന പുതിയ പ്ലഗ്ഗാണത്. ഓക്കെ, അപ്പം എന്താണെങ്കിലും നമുക്ക് വണ്ടി ഒന്ന് ഉണങ്ങി കഴിയുമ്പോൾ കാർബറേറ്റർ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്തിട്ട് വണ്ടി സ്റ്റാർട്ടാക്കി വെക്കാം. അപ്പം നമുക്ക് ഇനി കാർബറേറ്റർ അയക്കാം. ഇവിടെയുള്ള വാട്ടർ കണ്ടൻറ്റൊക്കെ അത്യാവശ്യം ഡ്രൈ ആയിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്ന 2 8-ൻ്റെ ബോൾട്ടുകൾ നമ്മൾ ലൂസാക്കേണ്ടതാണ്. കണ്ടില്ലേ, ഈ കാണുന്ന തരത്തിൽ ലൂസാക്കി എടുക്കാവുന്നതാണ്. അതുപോലെ തന്നെ ഇവിടെയുള്ള ഷോക്ക് കേബിളിൻ്റെ ആക്സിലേറ്റർ കേബിളിൻ്റെ കണക്ഷൻ, പിന്നെ നമ്മളെ ഇത് എയർ ഫിൽറ്ററിൻ്റെ ഹോസാണ്. അപ്പം ഇതും ഊരിയെടുക്കണം. അപ്പോൾ ഇത് ഊരിയെടുക്കാനായിട്ട് വളരെ സുഖമാണ്. ഒരു സ്ക്രൂ ഡ്രൈവർ എടുക്കുക, സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവർ എടുത്തിട്ട് ഈ കാണുന്ന രീതിയിൽ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ക്ലിപ്പ് ലൂസാക്കി കിട്ടും. ശേഷം നമ്മൾ ഈ ക്ലിപ്പ് മാറ്റുക. ഇതിനകത്തുനിന്ന് ലൂസാക്കി തന്നെ മതി. ഇനി നമ്മൾ ഈ ഒരു ബോൾട്ടും ഊറ്റിയെടുക്കാം. ഇവിടെ ഒരു ബോൾട്ട് വരുന്നുണ്ട്, അത് ഊരിയെടുക്കണം. ഓക്കെ, അപ്പോൾ അത് ഊരിയെടുത്തിട്ടുണ്ട്. ഓക്കെ, ഈ കാണുന്ന രീതിയിൽ അത് ഊരിയെടുക്കാം. ഓക്കെ, ഇതതിൻ്റെ ലോക്കിങ് സിസ്റ്റമാണ്. അപ്പം ഇതിലൊക്കെ ഫുള്ള് നമ്മൾ വാട്ടർ വാഷ് അടിച്ചു കഴിഞ്ഞപ്പോൾ ഇതിൻ്റെ ഉള്ളിൽ വെള്ളം പോയോ എന്നൊരു ഡൗട്ടുണ്ട്. ഇല്ല,
അങ്ങോട്ടൊന്നും അങ്ങനെ വെള്ളം എത്തിയിട്ടില്ല എന്ന് തോന്നുന്നു. പക്ഷേ കാർബറേറ്ററിൻ്റെ ഇവിടേക്കൊക്കെ വെള്ളം അടിച്ചിട്ടുണ്ട്. അപ്പോൾ എന്താണെങ്കിലും നമുക്ക് അഴിച്ച് നോക്കാം. അപ്പോൾ ഞാൻ ഇതൊന്ന് ഊരിയെടുക്കട്ടെ. കുറച്ച് ടൈറ്റാണ്, ഒന്ന് ഇളക്കി ഊരിയെടുക്കണം. അപ്പോൾ നമ്മൾ ഇത് കാർബറേറ്റർ ഊരി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഈ ത്രോട്ടിൽ കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും നല്ല രീതിക്ക് ഡസ്റ്റ് പാർട്ടികളൊക്കെ ഉണ്ട് ഈ കാണുന്ന പോലെ. ഓക്കെ, കണ്ടില്ലേ ഇതിലും. പിന്നെ അപ്പം നമുക്ക് കാർബറേറ്റർ ഒന്ന് അഴിച്ച് നോക്കാം. അഴിക്കാനായിട്ട് ഈ ട്യൂബൊക്കെ എടുക്കാം. ഇതുപോലെ ഒരു പാത്രം എടുത്തിട്ട് അതിനകത്തേക്ക് വെച്ചിട്ട് അഴിക്കാം. ഓക്കെ, അഴിക്കാനായിട്ട് നമുക്ക് ആവശ്യമുള്ളത് സ്ക്രൂ ഡ്രൈവറാണ്. സ്റ്റാറിൻ്റെ സ്ക്രൂ ഡ്രൈവറാണ് നമുക്ക് ആവശ്യം. ഓക്കെ, ഇപ്പോൾ സ്റ്റാർ യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന ഏരിയ ഒന്നിങ്ങനെ തിരിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിൻ്റെ ചേമ്പർ ഏരിയ ഊരിയെടുക്കാം. അതായത് നമ്മളെ പെട്രോളൊക്കെ സ്റ്റോർ ചെയ്യുന്ന ഏരിയ നമുക്ക് അഴിച്ചെടുക്കാനായിട്ട് സാധിക്കും. അപ്പോൾ അതിനു മുമ്പ് ഇതിൻ്റെ ഔട്ട് സൈഡൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യണം. നമ്മൾ ഓൾറെഡി ക്ലീൻ ചെയ്തിരിക്കുന്നതാണ്, അതുകൊണ്ടാണ് ഞാൻ വീണ്ടും ക്ലീൻ ചെയ്യാൻ നിൽക്കാതെ അയക്കുന്നത്. ഓക്കെ, അപ്പം ഇതുപോലെ അഴിച്ചെടുത്തിട്ടുണ്ട്. ശേഷം നല്ല ടൈറ്റാണ്, കാരണം അഴിച്ചിട്ട് കുറേ ആയെന്ന് തോന്നുന്നു. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് നോക്കി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതിനകത്ത് വൈറ്റ് കളറിൽ കണ്ടോ, വണ്ടിയിൽ നിർത്തിയിട്ടപ്പോൾ ഉണ്ടാകുന്ന പെട്രോളും കാര്യങ്ങളൊക്കെ ഈ ഇഞ്ചക്ടറിനകത്തും കാര്യങ്ങളിനകത്തൊക്കെ കയറി ബ്ലോക്ക് ആവാൻ ചാൻസ് ഉണ്ടായിരുന്നു. ആ കണ്ടീഷനിൽ സോറി, ഇഞ്ചക്ടറല്ല, ഇനി ഇഞ്ചക്ടർ വരില്ല, ഇതിൻ്റെ ജെറ്റ് വാൽവുകളിലൊക്കെ കയറിയിട്ട് ബ്ലോക്ക് ആകുന്ന രീതിയിലായിട്ടുണ്ട്. അപ്പം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നുണ്ടെന്ന് വിശ്വസിക്കുന്നു. അത് ഈ കാണുന്ന രീതിയിൽ അല്ലേ, ഇതുണ്ടല്ലേ. എൻ്റെ കയ്യിലേക്ക് ശ്രദ്ധിച്ച് നോക്കുകയാണെങ്കിൽ നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കും. കണ്ടില്ലേ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കുക. അതുപോലെ തന്നെ ഈ കാണുന്ന വാൽവുകൾ ഒന്ന് അയച്ചിട്ട് അതും ഒന്ന് ക്ലീൻ ആക്കാം. ഓക്കെ, അപ്പോൾ നമുക്ക് സ്ക്രൂ ഡ്രൈവർ യൂസ് ചെയ്തിട്ട് ഈ കാണുന്ന രീതിയിൽ ജസ്റ്റ് മൈനസ് യൂസ് ചെയ്യണം കേട്ടോ ഇവിടെ അയക്കാൻ. ഓക്കെ, അഴിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതാണ് ഓരോ നോസിലുകൾ. തൽക്കാലം ഇത് താഴെ വെക്കാം. എല്ലാ നോസിലുകളും അയച്ചിട്ട് നമുക്ക് ക്ലീൻ ചെയ്യാൻ ആരംഭിക്കാം. അപ്പോൾ ഫസ്റ്റ് ഈ കാണുന്ന രീതിയിൽ ഓക്കെ, നോസിൽ ചെറുതായിട്ട് അടഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ അതൊന്ന് ക്ലീൻ ആക്കാം. ഇതാണ് ഇതിൻ്റെ ഫ്ലോട്ട്. പെട്രോൾ ഓവറായിട്ട് ഈ ചേമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഉണ്ട്. പെട്രോൾ ഓവറായിട്ട് നിറഞ്ഞ് ഈ ചേമ്പറിലേക്ക് എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ഒരു പിന്ന് ഈ പിന്ന് അയച്ചിട്ട് എടുക്കണം ചേമ്പർ വരണേൽ. അപ്പോൾ ഈ ഒരു ഇതാണ് അതിൻ്റെ ഫ്ലോട്ട്. ഓക്കെ, ഇതാണ് അതിൻ്റെ പിന്ന്. ഈ പിന്ന് വന്നിട്ട് ഈ ഹോളിൽ കയറിയിട്ട് പെട്രോൾ നിറയുമ്പോൾ ഈ ഫ്ലോട്ട് വന്നിട്ട് മുകളിലേക്കാവും. ആ ഒരു ടൈമിൽ ഈ പിന്ന് വന്നിട്ട് ഇത് ലോക്കാവും. അങ്ങനെ ലോക്കായിട്ട് പെട്രോൾ താഴേക്ക് വരാതെ തടയും. അതേമാതിരി പെട്രോൾ കഴിയുമ്പോൾ ഈ സാധനം ഓട്ടോമാറ്റിക്കലി ഫ്ലോട്ട് താഴുന്നതിനൊപ്പം ഇതും ലൂസായി വന്ന് വീണ്ടും ചേമ്പറിൻ്റെ ഉള്ളിലേക്ക് പെട്രോൾ ഫില്ല് ചെയ്യും. അതാണ് ഇതിൻ്റെ ഒരു വർക്കിംഗ് മെത്തേഡ്. ഓക്കെ, അപ്പോൾ ഈ പിന്നൊന്നും കളയരുത്. അതുപോലെ എല്ലാ ഏരിയ ഒന്ന്
അഴിച്ചെടുക്കട്ടെ. ഓക്കെ, ഇതിൻ്റെ വാൽവാണ് അഡ്ജസ്റ്റ് ചെയ്യുന്ന, സ്ലോ റണ്ണിങ് അഡ്ജസ്റ്റ് ചെയ്യുന്ന വാൽവുകളാണ് ഈ രണ്ട് സൈഡിലും. എയറും ഫ്യൂൽ എത്ര പോകണം എന്നൊക്കെ നിശ്ചയിക്കുന്നതായി ഒരു വാൽവിലൂടെയാണ്. ഓക്കെ, നിങ്ങൾക്ക് നോക്കിയാൽ തന്നെ അറിയാം ഇതിലൊക്കെ ഡസ്റ്റ് പിടിച്ചിരിപ്പുണ്ട്. ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം. കാർബറേറ്റർ ക്ലീൻ ആക്കുമ്പോൾ എല്ലാ ഏരിയയും ക്ലീൻ ആക്കുന്നതാണ് അതിൻ്റേതായ ഒരു വൃത്തി. അതുമാത്രമല്ല പെട്ടെന്ന് റെഡി ആവാനും കൂടുതലും ചാൻസ് എല്ലാം ക്ലീൻ ആക്കുമ്പോഴാണ്. നിങ്ങൾക്ക് ശ്രദ്ധിച്ച് നോക്കിയാൽ അറിയാം ഇതിനകത്തൊക്കെ കാർബൺ ഡെപ്പോസിറ്റ് കാണാനായിട്ട് സാധിക്കുന്നുണ്ട്. കണ്ടോ, ബ്ലാക്ക് കളറിൽ കാണുന്നതൊക്കെ കാർബൺ ഡെപ്പോസിറ്റാണ്. അതൊക്കെ നമുക്ക് ക്ലീൻ ആക്കി എടുക്കണം. അതുപോലെ തന്നെ നമ്മളെ ചോക്ക് വർക്കാവുന്ന ഏരിയയിലും നല്ല രീതിക്ക് കാർബൺ ഡെപ്പോസിറ്റ് ഉണ്ട്. ഇതും ഒന്ന് ക്ലീൻ ആക്കി എടുക്കാം നമുക്ക്. തൽക്കാലം പെട്രോൾ യൂസ് ചെയ്തും ക്ലീൻ ആക്കാം. അപ്പോൾ ഞാൻ WD-40 ആണ് യൂസ് ചെയ്ത് നോക്കുന്നത്. ഓക്കെ, അപ്പോൾ അതൊന്ന് അങ്ങനെ ക്ലീൻ ആക്കി എടുക്കാം. അപ്പോൾ ജസ്റ്റ് ഒന്ന് ഹീറ്റ് ചെയ്തിട്ടില്ല വാട്ടർ കണ്ടൻറ്റ്. ഇപ്പോൾ നമ്മൾ വെള്ളം ആയതിൻ്റെ കാര്യങ്ങളൊക്കെ ഈ കാണുന്ന ഏരിയയിലൊക്കെ കണ്ടില്ലേ, ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കി എടുക്കണം. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ആക്കിയിട്ട് WD ഒഴിച്ചിട്ട് ഒന്നും കൂടെ സ്പ്രേ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത്യാവശ്യം നല്ല രീതിക്ക് ഈ കാർബൺ കാര്യങ്ങളൊക്കെ ഇളകി പോകാൻ ചാൻസ് ഉണ്ട്. ഈ കാണുന്ന ഏരിയയൊക്കെ ഒന്ന് ഞാൻ അഴിച്ച് എടുക്കുകയാണ് ക്ലീൻ ആക്കാനായിട്ട്. കാണുന്നൊരു പാർട്ട് വന്നിട്ട് ഒരു സ്പ്രിങ് വെച്ച് ലോക്ക് ചെയ്തിട്ടുണ്ട്. ആ സ്പ്രിങ് ഒന്ന് ഒഴിവാക്കിയെടുക്കാം. അപ്പോൾ നമ്മൾ ഈ ഒരു കാർബറേറ്ററിനെ ഫുൾ ആൻഡ് ഫുള്ളി ഡിഅസംബിൾ ചെയ്തു. ഇതാണ് ഇതിൻ്റെ ലാസ്റ്റ് പാർട്ട്. ഓക്കെ, ഇവിടെ വാഷർ കാര്യങ്ങളൊക്കെ ഉണ്ട്, അത് നമ്മൾ നോക്കണ്ട. ഇവിടെയൊക്കെ നല്ല രീതിക്ക് ക്ലീൻ ചെയ്യാം. ചില കാർബറേറ്ററുകളിൽ ഇത് അഴിഞ്ഞു വരില്ല. അപ്പോൾ ഇതിങ്ങനെ വെച്ച് ക്ലീൻ ചെയ്യാറാണ്. നമ്മളെ ഭാഗത്തിന് ഇത് അഴിഞ്ഞു വന്നിട്ടുണ്ട്. അപ്പോൾ ഈസി ആയിട്ട് കുറച്ചും കൂടെ സ്മൂത്തായിട്ട് ക്ലീൻ ചെയ്യാനായിട്ട് സാധിക്കും. അപ്പോൾ ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യട്ടെ. ഓക്കെ, ഇത് ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് കാണിച്ചു തരാം. ഇത് ക്ലീൻ ചെയ്യാൻ ഈസിയാണ്. ഈ കാണുന്ന പാർട്ടിലൊക്കെ കണ്ടില്ല, ഒരു വൈറ്റ് കളർ സാധനം പിടിച്ചിരിക്കുന്നതായിട്ട് നിങ്ങൾക്ക് കാണാം. ഇതൊക്കെ ഒന്ന് ക്ലീൻ ചെയ്യുക. അതുപോലെ ഈ നോസിലൊക്കെ ഹോൾ അടഞ്ഞിട്ടുണ്ടാവും. അതൊക്കെ ഒരു വയർ ഉപയോഗിച്ച്, ചെമ്പ് കമ്പി ഉപയോഗിച്ചിട്ട് ക്ലീൻ ചെയ്ത് വിട്ടാൽ മതി. ഒരു നമ്മളെ വയറിൻ്റെ ചെമ്പ് കമ്പി ഒരെണ്ണം യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്ത് വിടുക, അതായിരിക്കും ഏറ്റവും ബെറ്റർ. ഓക്കെ, ഇല്ലെങ്കിൽ പിന്നെ ഉപയോഗിച്ചാലും മതി, പക്ഷേ ഹോൾ വലുതായി പോകാനൊക്കെ ചാൻസ് ഉണ്ട്. ഇതൊക്കെ അതുപോലെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം കേട്ടോ. ഓക്കെ, എല്ലാം ഒന്ന് ക്ലീൻ ചെയ്തിട്ട് ഞാൻ കാണിച്ചു തരാം. അപ്പം നമ്മളെ കാർബറേറ്റർ കാര്യങ്ങളൊക്കെ ക്ലീൻ ചെയ്തിട്ടുണ്ട്. ഈ കാണുന്ന രീതിയിൽ അത്യാവശ്യം നല്ല രീതിയിൽ ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് കേട്ടോ. കണ്ടില്ലേ, അത്യാവശ്യം എല്ലാ ഇടവും ക്ലീൻ ആക്കിയിട്ടുണ്ട്. ഇതൊക്കെ നമ്മുടെ ഓരോ വാൽവുകളാണ്. കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ഇത് നമ്മളെ ബട്ടർഫ്ലൈ ആണ്. അതും നേരത്തെ എങ്ങനെ ഉണ്ടായിരുന്നു ഇപ്പോൾ എങ്ങനെ ഉണ്ടായിരുന്നു എന്ന് കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. ഓക്കെ, അതും ക്ലീൻ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെ ബാക്കി എല്ലാ കാര്യങ്ങളും ക്ലീൻ ആക്കി എടുത്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതൊക്കെ ഇനി ഒന്ന് റീഇൻസ്റ്റാളേഷൻ ചെയ്ത് കഴിഞ്ഞിട്ട് എങ്ങനെയാണോ ഊരി അതുപോലെ തന്നെ തിരിച്ചിട്ടാൽ മതി. അത് കഴിഞ്ഞ് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഈസി ആയിട്ട് പരിപാടികളൊക്കെ കഴിയും. ഓക്കെ, അപ്പോൾ നമ്മുടെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടെന്ന് കരുതുന്നു. പിന്നെ ചെറുതായ കുറേ അപാകതകളൊക്കെ ഉണ്ടാവും, എല്ലാവരും ഒന്ന് ക്ഷമിക്കുക. നമ്മൾ ചെയ്ത് പരിചയമായി വരുന്നേ ഉള്ളൂ. അപ്പോൾ ഇനിയുള്ള വീഡിയോസിൽ എന്തായാലും മാക്സിമം ഈ കംപ്ലൈൻറ്റുകളൊക്കെ പരിഹരിക്കുന്നതായിരിക്കും.
ഓക്കെ, അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കണ്ടുമുട്ടാം. പിന്നെ വേറൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വീഡിയോ ഇത്ര ഷോർട്ടായിട്ട് ചെയ്യുന്നതിൻ്റെ കാരണം ഇത് ചെയ്ത് വരാനുള്ള ടൈമും അതുപോലെ തന്നെ എഡിറ്റ് ചെയ്തെടുക്കാനുള്ള ഇതും പല ദിവസങ്ങളിലായിട്ടാണ് നമ്മൾ വീഡിയോ ഷൂട്ട് ചെയ്യുന്നതും കാര്യങ്ങളൊക്കെ ആയിട്ട്. അതുകൊണ്ടാണ് നമ്മൾ പാർട്ടായിട്ട് വീഡിയോകൾ വരുന്നത്. ഇതിൻ്റെ ഇടയ്ക്ക് മറ്റു വീഡിയോകളും വരും. ഓക്കെ, അപ്പം നമുക്ക് വീണ്ടും വേറൊരു വീഡിയോയിൽ കണ്ടുമുട്ടാം. അതുവരെയ്ക്കും ബൈ.